ആഘോഷങ്ങളുടെ ആവേശവും ആരവവും ഒരു നിമിഷം കൊണ്ട് നിലവിളിക്കും നിശബ്ദതയ്ക്കും വഴിമാറിയ വലിയൊരു ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. തൃശൂർ പൂരത്തിന്റെ വർണ്ണ കാഴ്ചകൾക്കായി നാടൊരുങ്ങുന്നതിനിടെയുണ്ടായ ഈ സ്ഫോടനം, വെടിക്കെട്ടെന്ന വിനോദം മനുഷ്യജീവന് എത്രത്തോളം ഭീഷണിയാണെന്ന കൈപ്പേറിയ സത്യം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി പടക്കങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ ഇതുവരെ 14 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. മരിച്ചവരിൽ പലരെയും തിരിച്ചറിഞ്ഞെങ്കിലും ബാക്കിയുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിപ്പോയിരിക്കുന്നു എന്നത് ഈ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. DNA പരിശോധനയിലൂടെ മാത്രമേ ഇനിയുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അത്യന്തം വേദനാജനകമാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിലായി 40ഓളം പേർ ഇപ്പോൾ ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നത് നാടിനെയാകെ ആശങ്കയിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടക്കേണ്ട ദിവസമായിരുന്നു. ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കേണ്ട വെടിമരുന്നുകൾക്ക് പകരം ചിതറിത്തെറിച്ച മനുഷ്യ ശരീരങ്ങൾ കാണേണ്ടി വരുന്നത് ഏതാഘോഷത്തിന്റെ പേരിലായാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. മനുഷ്യജീവനേക്കാൾ വലുതല്ല ഒരു ആഘോഷവും എന്ന ബോധ്യം ഇനിയെങ്കിലും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഓരോ സ്ഫോടനത്തിനു ശേഷവും നാം നടത്തുന്ന ചർച്ചകൾ വെറും അനുശോചനങ്ങളിൽ ഒതുങ്ങാതെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളിലേക്കും നിയന്ത്രണങ്ങളിലേക്കും മാറേണ്ടത് അനിവാര്യമാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ പുനർപരിശോധിക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള ഗൗരവമായ ആലോചനകളിലാണ് സർക്കാരും ദേവസ്വവും. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അവ സാധാരണക്കാരന്റെ ജീവനെടുക്കുന്ന കൊലക്കയറുകളായി മാറുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരമാകാൻ ഒരു സഹായത്തിനുമാകില്ല. വിനോദത്തിന്റെ പേരിൽ വെടിമരുന്നുകൾക്ക് തീ കൊളുത്തുമ്പോൾ അത് എരിയുന്നത് അനേകം കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണെന്ന തിരിച്ചറിവ് നമ്മെ ഭരിക്കട്ടെ. ആചാരങ്ങളുടെ പേരിൽ ഇനിയൊരു ജീവൻ കൂടി ബലി കൊടുക്കാൻ പാടില്ലെന്ന ശക്തമായ സന്ദേശം ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.